അപ്പോ ഗംഭീരമായിരുന്നു പറ ഇത്തവണത്തെ കൊടിയേറ്റ്. എടാ ഗോപാല, നീ എന്തായി പറയണത്? 11 മുന്തിയ വെടിക്കാരോട് 5.5 നാഴിക മത്സരിച്ചതിന് ശേഷമാണ് കിഴക്കടനാശാന് ജയിക്കാൻ കഴിഞ്ഞത്. അവസാനത്തെ ആ ഗരുഡൻ വെടിയുണ്ടല്ലോ, ഇതാ ഇങ്ങനെ. അയ്യോ, അല്ല ഇതെന്താ ചെയ്യാൻ പോണേ? ഒരു ചെപ്പിന് വേണ്ടി ചാടി ചാകാൻ പോണം? നല്ല അടിയൊഴുക്ക. എന്റെ പൊന്നു മാളൂട്ടിയല്ലേ, ഞാൻ മറന്നതല്ലെന്നേ. വേണമെങ്കിൽ ഗോപാലിനോട് ചോദിച്ചു നോക്ക്. എനിക്ക് ആരോടും ചോദിക്കണ്ട. ലേശമെങ്കിലും എന്നോട് ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ. ശരി, എങ്കിൽ ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. എവിടെ പോവാ? എവിടെയാന്ന്? പളങ്കി ചെപ്പ് എടുക്കാൻ. എവിടുന്ന്? പുഴയുടെ അടിയിന്ന്. എങ്ങനെ എടുക്കുക? പുഴയെ ചാടിയിട്ട്. അടി ഒഴുക്കില്ലേ? അതിന് നിനക്കെന്താ? ഒഴുക്കിൽ പോയാലും ഞാനല്ലേ പോവുക? ഞാൻ നിന്റെ ആരാ? നിനക്ക് പളങ്കി ചെപ്പല്ലേ വേണ്ടു? അതെടുത്ത് നിന്റെ കയ്യിൽ തന്നാലല്ലേ നിനക്ക് വിശ്വാസമാകൂ എനിക്ക് നിന്നോട് സ്നേഹമുണ്ടെന്ന് തെളിയൂ. ഞാൻ വെറുതെ പറഞ്ഞല്ലേ? ഞാനും വെറുതെ പറഞ്ഞതല്ലേ. അടുത്ത കൊടിയേറ്റത്തിന് ഞാൻ നിനക്ക് നല്ലൊരു ചെപ്പ് വാങ്ങിക്കൊണ്ടു തരാം. ചിരിച്ചേ, ചിരിച്ചേ. സാറ് എങ്ങോട്ടാ പോണേ? ഒരു രൂപവുമില്ല. സാറിന് ഇഷ്ടമാണെങ്കിൽ എന്റെ വീട്ടിൽ താമസിക്കാം. അത് ബുദ്ധിമുട്ടല്ലേ മാളു? ഒരു ബുദ്ധിമുട്ടുമില്ല സാറേ. ദേവനത് ഇഷ്ടമാകുമോ? എനിക്ക് സമ്മതമാണ് സാറേ. സാറിനെ പോലത്തെ ആൺകുട്ടികൾക്ക് കയറിക്കിടക്കാൻ ഒരു സ്ഥലം തരാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാ സാറേ ഞങ്ങൾ മനുഷ്യന്മാരാണെന്നും പറഞ്ഞ് ഇവിടെ കഴിയുന്നത്? സാറേ നന്നാട്ടെ, വരണം സാറേ, വാ. സാർ ചായ. ചായക്കടയിൽ നിന്ന് വാങ്ങിയതാണ് സാർ. ഇവിടെ കാപ്പിയും ചായ ഒന്നും ഉണ്ടാക്കില്ലേ? ഇവിടുത്തെ ചായ സാറ് കുടിക്കുമോ? ഇവിടെ എന്താ പകർച്ചവ്യാധി ഉണ്ടോ? മാളു, ഈ വീട്ടിൽ നിന്ന് ഊണ് കഴിക്കുന്നത് എനിക്ക് സന്തോഷമാണ്. പക്ഷേ ഹോട്ടലിൽ നിന്ന് ഞാൻ പേടിച്ചു മാറിയെന്ന് വരരുത്. അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയി ഊണ് കഴിക്കുന്നത്. ദാമോണ്ണൻ അറിഞ്ഞോ? ആ വാദ്യാര് മാളുവിന്റെ വീട്ടിലാ താമസം. ആ, ഇന്നലെ മുതൽ അവിടെയാ. ആ വാദ്യാർ എല്ലാ വിധത്തിലും എനിക്കെതിരായിട്ട് വരികയാണ്. നീ നോക്കിക്കോ, മാളുവിനെ ഞാൻ സ്വന്തമാക്കും. അതെന്റെ ഒരു ആഗ്രഹം. അത് വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ആ തേവനും രാജപ്പനും നല്ല കയ്യൂക്കുള്ളവരാ. ഈ ദാമോദരൻ വിചാരിച്ചതൊന്നും ഇതേവരെ നടക്കാതിരുന്നിട്ടില്ല. ഇതും നടക്കും, നടത്തും. എന്തായാലും ഗോപി സാർ ഈ പള്ളിക്കൂടത്തിന്റെ പേര് കളഞ്ഞു. എന്ത് പേര് പോയെന്നേ പറയുന്നത്? ഗോപി സാർ ധൈര്യപൂർവ്വം നിന്നതുകൊണ്ട് ആ ദാമോദരന്റെ ഹുങ്കൊന്ന് കുറഞ്ഞില്ലേ? അധ്യാപക ലോകത്ത് ഇങ്ങനെ ഒരാളുണ്ടായത് അത്ഭുതമാണ്. അവൻ അധ്യാപനൊന്നും അല്ലെന്നേ, എവിടെയായിരുന്നു റൗഡിയ. എന്തായാലും അയാൾ ആ പൊലേന്റെ വീട്ടിൽ താമസിക്കരുതായിരുന്നു. എന്തൊരു കുറച്ചില്ല. എന്നാൽ സാറിന്റെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചുകൂടായിരുന്നു? ഇത്രയും കാലം ആ സാർ ഈ മുറിയിലല്ലേ താമസിച്ചത്? നിങ്ങൾ ആരെങ്കിലും മരുന്നെന്നെങ്കിലും ഒന്ന് ചോദിച്ചോ? കുറ്റം പറയാൻ എല്ലാവർക്കും സാധിക്കും. സർല ടീച്ചർ വിചാരിക്കുന്ന പോലെയല്ല. ദേവന്റെ വീട്ടിൽ താമസിക്കുന്ന വേറെ ഉദ്ദേശത്തിലാ. എന്തുദ്ദേശം? മാളു അവളെങ്ങനെ പൊട്ടിത്തെറിച്ച് നിൽക്കുകയല്ലേ, അത് തന്നെ. പിന്നെ ടീച്ചർ പൊട്ടാതെയും തെറിക്കാതെയും സൂക്ഷിച്ചോണ്ടാ മതി. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. തുളസി, എന്താ? ഞങ്ങൾ ഈ നാട്ടിലെ കൊള്ളാവുന്നവർ ചേർന്ന് ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. അതറിയിക്കാനാണ് വന്നത്. എന്താണാവോ? നാളെ മുതൽ ആ സാറിന് നീ ഇവിടെ ചോറ് കൊടുക്കാൻ പാടില്ല എന്നാര് പറഞ്ഞു? എന്ന് നാട്ടുകാർ ഒന്നടങ്കം പറയുന്നു. ഗോപി സാർ ഇവിടെ ഊണ് കഴിക്കുന്നതിൽ നാട്ടുകാർക്ക് എന്താ കാര്യം? അവൻ ഈ നാടിന്റെ ശത്രുവാണ്. ഓ, നിങ്ങളായിരിക്കും മിത്രങ്ങൾ. ഞങ്ങൾ ഈ നാടിന്റെ ഈ സ്വത്താണ് ഈ നാടിന്റെ ഗതികേട്. തുളസി, നീ കൂടുതൽ സംസാരിക്കണ്ട. നാളെ മുതൽ ആ വാദ്യാരിവിടെ വന്നെന്നറിഞ്ഞാൽ ഗോപി സാർ ഇനി ഇവിടെ വരും, ഇവിടുന്ന് ആഹാരം കഴിക്കുകയും ചെയ്യും. നിങ്ങൾ എന്താ ചെയ്യും? നീയൊക്കെ എന്നാ ചട്ടം പേയെന്ന് എനിക്കറിയാം. കൂടുതൽ കാര്യം ഞെളിയരുത്. ഓഹോ, അപ്പൊ നീ അത്രത്തോളം ആയി. ഇത് ഹോട്ടലാണ്. ഇവിടെ ഊണ് കഴിക്കാൻ വരുന്നവർക്ക് ഞാൻ ചോറ് കൊടുക്കും. നീ കൊടുക്കും, അത് ഞങ്ങൾക്കറിയാം. എന്ത് പറഞ്ഞാ? എന്ത് പറഞ്ഞു? ഞൊടിക്കും. ഇങ്ങോട്ട് വാ, ഞൊടിക്കാൻ. അരിഞ്ഞുകളെ ഞാൻ എല്ലാത്തിനും.
ക്ഷമിക്കുന്നതിനൊരു അതിരുണ്ട്. കുട്ടപ്പാ വാ, നമുക്ക് ദാമുണ്ണനോട് പറയാം. ആ, ചെന്ന് പറഞ്ഞു കൊടുക്ക്. അയാളെന്താ എന്നെ വിഴുങ്ങിക്കളയുവോ? ആരാ മോളെ? ആരും ഇല്ല അച്ഛാ. അല്ല രാജപ്പ, എന്തോ നീ എന്തിനാടാ ഈ പുറം വഴിയെല്ലാം ചുറ്റിക്കറങ്ങുന്നത്? ഒരു കയറി വാ. മോളെ, രാജപ്പനോട് ചോറുണ്ടാ? എനിക്ക് നല്ല വിശപ്പില്ല. നീ അവിടെ ഇരിയടാ മോനെ. നല്ല ഒന്നാം തരം കരിമീൻ കറിയുണ്ട്, ഞാൻ പിടിച്ചതാ. മോളെ വേഗം കൊണ്ടുപോവാ. ആ, വേഗം കൊണ്ടുവാ. തുളസി, ഇരിക്കൂ സാർ. ചോറില്ലല്ലോ സാർ. ദാമോദരന്റെ വിലക്ക് അല്ലേ? 100 ദാമോദരന്മാർ വിലക്കിയാലും ഇവിടെ അരി വെച്ചാൽ സാറിന് ചോറുണ്ട്. ഇന്ന് വൈകിട്ട് അരി വെച്ചില്ല സാർ. എന്തു പറ്റി? റോഡ് പണിക്കാർക്ക് പറ്റുകൊടുത്തു, പണം കിട്ടിയില്ല. അരിക്കടയിൽ കുറെ കടമുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ മടിച്ചു. പണം എന്റെ കയ്യിലുണ്ടല്ലോ. വേണ്ട സാർ, രാവിലെ അവരുടെ പറ്റ് തീർത്ത് കിട്ടും. നല്ല കപ്പ പുഴുങ്ങിയതുണ്ട്, മീൻകറിയും. സാറിന് കപ്പ ഇഷ്ടമാണോ എന്തോ? ഇഷ്ടമാണോ എന്ന്? കപ്പയും മീനും പോലെ രുചിയുള്ള ആഹാരം വേറെയുണ്ട്. വേഗം പോയി കൊണ്ടുപോവാ. നല്ല കപ്പ പുട്ടുപോലിരിക്കുന്നു. മഴ പെയ്യുന്ന ലക്ഷണമുണ്ടല്ലോ. മതി. മഴ നിന്ന് പെയ്യുന്ന മട്ടാണല്ലോ. കുടയുണ്ടോ ഇവിടെ? ഇല്ലല്ലോ സാർ, ഒരു പഴയ കുട ഉണ്ടായിരുന്നു, അതിവിടെ നിൽക്കുന്ന ചേർക്കാൻ വീട്ടിൽ പോയപ്പോ എടുത്തോണ്ട് പോയി. അപ്പൊ പോകാൻ എന്താ ഒരു വഴി? സാറിന് വേണമെങ്കിൽ ഈ ബെഞ്ച് ചേർത്തിട്ട് തരാം. കിടന്നുറങ്ങി മഴ തോർന്നിട്ട് പോകാം. അതേ നടക്കത്തുള്ളൂ, അല്ലാതെ ഈ മഴയത്തിപ്പോ എങ്ങനെ പോകാനാ? അയ്യോ, എന്താ ഇത്? ഉള്ള മഴ മുഴുവൻ നനഞ്ഞു. മഴ പെയ്തപ്പോ വീട്ടിലേക്ക് ഓടി വരാൻ എന്താ? സാറ് ക്ഷമിക്കണം, ഞാൻ ഒരിക്കലും സാറിൽ നിന്നത് പ്രതീക്ഷിച്ചില്ല. എന്നെ പറ്റി സാറിന് കിട്ടിയ ധാരണ വെച്ച് സാറിങ്ങനെ പെരുമാറി. പക്ഷേ അടുത്ത കാലത്ത് ഞാൻ ഏറ്റവും അടുത്ത് പെരുമാറിയ പുരുഷൻ സാറാണ്. എന്നെ ഒരു സഹോദരിയെ മാത്രം കാണുമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ചീത്തയാണെന്ന് എല്ലാവരും പറയുന്നു. അല്ലെന്ന് ഞാൻ വാദിക്കുന്നില്ല. കല്യാണം കഴിയാതെ കുട്ടിയുണ്ടായ സ്ത്രീ
ചീത്തയല്ലേ? ക്ഷമിക്കൂ തുളസി. വികാരങ്ങൾ എന്നെ ബലഹീനാക്കി. ഒരു കാലത്ത് വികാരങ്ങൾ എന്നെയും ബലഹീനയാക്കി സാർ. അതിന്റെ ഫലമാണ് ബിന്ദു. ആ കഥ സാറിന് അറിയണം. സാറിന് താല്പര്യമില്ലെങ്കിലും ഞാൻ പറയാം. എങ്കിലേ സാറിന് എന്നെ പറ്റി കൂടുതൽ മനസ്സിലാകൂ.